ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന ആവശ്യം അംഗീകരിക്കാമെന്ന ഗവൺമെന്റിന്റെ ഉറപ്പ് 2 അസംബ്ലി കഴിഞ്ഞിട്ടും നടപ്പിലാക്കിയില്ലെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. വെയർഹൌസ്, സിവിൽ സപ്ലൈസ്, ബീവറേജ് കോർപ്പറേഷൻ ചുമട്ടുതൊഴിലാളി AP ഷംസുദ്ദീന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് STU യൂണിയൻ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ വർഷങ്ങളോളം 10 കിലോ ഭാരമുള്ള വെളിച്ചെണ്ണ 20 കിലോയാക്കി ഉയർത്തിയിട്ടും കൂലിയിൽ യാതൊരു മാറ്റവും വരുത്താതെ തുടരുന്ന കോർപ്പറേഷന്റെ നടപടിയിൽ പ്രതിഷേധിക്കുകയും അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നും STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ആവശ്യപ്പെട്ടു. വെയർഹൌസ്, സിവിൽ സപ്ലൈസ്, ബീവറേജ് കോർപ്പറേഷൻ ചുമട്ടുതൊഴിലാളി AP ഷംസുദ്ദീന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ച് STU യൂണിയൻ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് പറഞ്ഞ ഇതിനൊരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞു. CITയിലെ നേതാവ് ഇളമരം കരീം ചെയർമാനായിട്ട് കമ്മിറ്റി ഉണ്ടായി. അതിൽ എല്ലാ ട്രേഡ് നേതാക്കന്മാരും R ചന്ദ്രശേഖരന്റെ, റാമത്തുള്ള സാഹിബ്, പല എല്ലാവരും BMS പഠിച്ചില്ല. ബാക്കി എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിച്ചു. ഗവൺമെന്റ് പറഞ്ഞത് അടുത്ത അസംബ്ലിയിൽ ഇത് നടപ്പിലാക്കി തരാം, അല്ലെങ്കിൽ പരിഷ്കരിച്ച് നിയമ ഭേദഗതി കൊണ്ടുവരാം എന്ന് സമാശ്വസിപ്പിച്ചിട്ടാണ് സമരം പ്രതികരിച്ചത്. 2-3 അസംബ്ലി കഴിഞ്ഞിട്ടും ഇന്നും ആ നിയമ ഭേദഗതി കൊണ്ടുവന്നില്ല എന്ന ആക്ഷേപം ചുമട്ടുതൊഴിലാളികളുടെ ഇടയിൽ ഇപ്പം നിലനിൽക്കുകയാണ്. യോഗത്തിൽ CP സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. PV നിശാന്ത്, NV പുരുഷോത്തമൻ, A നാസർ, V സലാം, PV സലീം, P ഹാഷിം, M ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. P നികേഷിന് അംഗത്വം നൽകി സ്വീകരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.